ഇത് ഒറിജിനൽ ആണോ? വെറുതെ കണ്ടതുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ല. സോ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അതായത് ക്വാളിറ്റി കുറഞ്ഞ ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കി മാർക്കറ്റിലുള്ള റെപ്യൂട്ടഡ് ബ്രാൻഡ് നെയിംസിന്റെ പേരുകൾ യൂസ് ചെയ്തവരെ പറ്റിക്കുന്നു. അപ്പം നമുക്കിതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ സെക്ടറിൽ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള കൈരളി TMTയുടെ ഓണറായ ഹുമയോൻ സാറുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ സർ, സ്റ്റീൽ ബാറിൽ വരുന്ന പറ്റിക്കലുകൾ എന്തൊക്കെയാണ്? ബ്രാൻഡ് നെയിം പഞ്ച് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതൊക്കെ വഴിയാണ് ഈ ഫേക്ക് പ്രോഡക്ട്സ് എത്തുന്നത്? ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ് നെയിംസിൽ ഒരുപാട് TMT അവൈലബിൾ ആണ്. ഇന്ന് കേരളത്തിൽ മാത്രം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100ഓളം ബ്രാൻഡ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഒരുപാട് TMTകളുണ്ട്, കേരളത്തിൻ്റെ പുറത്ത് നിർമ്മിക്കുന്ന ഒരുപാട് TMTകളുണ്ട്. ഇപ്പം ചെന്നൈയിൽ, പിന്നെ തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കമ്പനികളിൽ നിന്നും ക്വാളിറ്റി നോക്കാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയലുകളുണ്ട്. ഇത്തരം മെറ്റീരിയലുകൾ വളരെ വില കുറച്ച് ഇവർക്ക് ക്വാളിറ്റിയിൽ ഈ ഒരു TMT ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് വരും. അപ്പം ഇത്തരത്തിലുള്ള കമ്പികൾ നമ്മുടെ മാർക്കറ്റിൽ വളരെ വില കുറച്ചിട്ട് വിൽക്കുന്നുണ്ട്. കമ്പിയുടെ മുകളിൽ ചിലപ്പം അവർ 550 വെച്ചിട്ടുണ്ടാവാം, ISI മുദ്ര വെച്ചിട്ടുണ്ടാവാം. ഇവിടുത്തെ BIS ചെക്ക് ചെയ്യുന്നത് കേരളത്തിൽ നിർമ്മിക്കുന്ന പ്രൊഡക്ട്സാണ് ചെക്ക് ചെയ്യാറുള്ളത്, മാർക്കറ്റിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്തിട്ട്. അതായത് അതിന് ISI പറയുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടോ, 550D ഉണ്ടോ എന്നുള്ളതൊക്കെ പീരിയോഡിക്കൽ ചെക്കിങ് എപ്പോഴും നടക്കാറുണ്ട്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയലുകൾ അവിടുത്തെ BISൻ്റെ ആ ജൂറിസ്ഡിക്ഷനിലുള്ള BISൻ്റെ ആളുകളാണ് ചെക്ക് ചെയ്യേണ്ടത്. അവർക്ക് എന്തായാലും കേരളത്തിൽ വന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലുകൾ കേരളത്തിലേക്ക് പുഷ് ചെയ്യുക. ഇപ്പോൾ സിമെൻറ്റ് കമ്പനീൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പേരെടുത്തിട്ട് അതിൻ്റെ കൂടെ TMTയും കൂടി ആഡ് ചെയ്തിട്ട് അവർ പുറമേ നിന്നുള്ള ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിന്നും കൺവേർഷൻ ചെയ്യിപ്പിച്ചിട്ട്, ഈ പറഞ്ഞ പേരിൽ കൺവേർഷൻ ചെയ്യിപ്പിച്ചിട്ട് അവർ മാർക്കറ്റിൽ വളരെ ഈസി ആയിട്ട് വിൽക്കുന്നുണ്ട്. അത് ആളുകൾ വാങ്ങുന്നുണ്ട്, വില കുറഞ്ഞ മെറ്റീരിയലുകൾ വാങ്ങുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതിൽ ജെന്യൂനിറ്റി കുറവാണ്. സ്വന്തമായിട്ട് കമ്പനിയിൽ നിന്നും ഉണ്ടാക്കുന്ന TMTകളല്ല ഇവ. അതിനൊരു ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ പറ്റിക്കപ്പെടുന്നത് ഉപഭോക്താക്കളാണ് ആക്ച്വലി. എന്തുകൊണ്ടാണ് ആൾക്കാർ വില കുറഞ്ഞ കമ്പികൾ വാങ്ങുന്നത്? വില മാത്രം നോക്കിയിട്ടാണോ? തീർച്ചയായിട്ടും വില മാത്രം നോക്കിയിട്ടാണ് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വാങ്ങുന്നത്. എന്താണ് ഈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വാളിറ്റി ഉള്ളൊരു TMT ഇപ്പോൾ 550D എന്ന് പറയുന്നത്, ഈ D എന്ന് പറയുന്നത് അതിൻ്റെ കെമിസ്ട്രിയാണ്. നമ്മൾ കെമിസ്ട്രി ബാലൻസ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ സിലിക്കോ മാംഗനീസ് ആഡ് ചെയ്യണം, ഫെറോ മാംഗനീസ് ആഡ് ചെയ്യണം, ഫെറോ സിലിക്കൺ ആഡ് ചെയ്യണം, അലുമിനിയം ആഡ് ചെയ്യണം. ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് അലോയ്സ് നമ്മുടെ പ്രൊഡക്ഷനിൽ ആഡ് ചെയ്യണം. ഇതൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് ബില്ലറ്റുകളും റോ മെറ്റീരിയലുകളും ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്നും ഉണ്ടാക്കുന്ന TMTക്ക് വില ഒബ്വിയസ്ലി കുറവായിരിക്കും. അപ്പം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു കെമിസ്ട്രി ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി തിങ്. എന്നാലേ TMTക്ക് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഉപയോഗിക്കാതെ ഈ ഒരു കെമിസ്ട്രി നോക്കാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന TMTകൾക്ക് വില കുറച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിൽ വിൽക്കാനും പറ്റും. ആളുകൾ അത് മേടിച്ചാൽ അതിൻ്റെ ദൂഷ്യഫലം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ലോ ക്വാളിറ്റി സ്റ്റീൽ യൂസ് ചെയ്താൽ പിന്നീട് ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? അത് കാരണം പറ്റിക്കപ്പെട്ട് പൈസ കൂടുതൽ പിന്നീട് മുടക്കേണ്ടി വന്നവരെ അറിയാമോ? ഒരുപാട് പേരറിയാം. കാഴ്ചയിൽ നമുക്ക് കമ്പിയുടെ ക്വാളിറ്റി നോക്കിയാൽ മനസ്സിലാവില്ല. ഈ കമ്പിയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാഴ്ചയിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ലോ ക്വാളിറ്റി കമ്പി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഈ വീടിലുള്ള ക്രാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കോൺക്രീറ്റിൽ വരുന്ന ക്രാക്ക്, ഈ ക്രാക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈർപ്പം ഇറങ്ങും, എയർ കയറും. കമ്പിയുടെ മുകളിലേക്ക് ഈ എയർ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കൊറോഷൻ ഉണ്ടാവും. ഈ കൊറോഷൻ വന്നു കഴിഞ്ഞാൽ ക്രാക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സീലിംഗ് ഇങ്ങനെ പൊളിഞ്ഞു വരുന്നതൊക്കെ കാണാൻ പറ്റും. കുറച്ച് പഴക്കം ചെന്ന ബിൽഡിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്രാക്ക് ഉണ്ടാവും, ലീക്ക് വരും, സിമെൻ്റായിട്ട് കറക്റ്റായിട്ട് ബോണ്ടാകില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് നല്ല ക്വാളിറ്റി കമ്പിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പൊട്ടാൻ, നമ്മൾ ഈ ബാർബെൻഡേഴ്സ് ഈ കമ്പി ബെൻഡ് ചെയ്യുമ്പോൾ പൊട്ടാൻ ചാൻസസ്, ഇപ്പോൾ കാർബൺ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറും കൂടി ഉണ്ടെങ്കിൽ കമ്പി പൊട്ടാൻ ചാൻസ് കൂടുതൽ. ഇപ്പം മാംഗനീസ് കൂടുതലുള്ള കമ്പിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ചെറിയൊരു കേക്ക് വരെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശേഷി ഈ കമ്പികൾക്കുണ്ടാവും. അതായത് ഇപ്പം ഒരു സ്ട്രക്ചർ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ചെറിയൊരു ഇളക്കം വന്നാലും ഈ സ്ട്രക്ചർ ഒന്ന് അതിനനുസരിച്ചിട്ടൊന്ന് ആക്ഷൻ കൊടുക്കും. അത് മാംഗനീസ് കൂടുതലുണ്ടെങ്കിലേ ഈ ഒരു ആക്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ള കമ്പിക്ക് പൊട്ടാനും ക്രാക്ക് വരാനും ചാൻസ് ഉണ്ട്. ക്വാളിറ്റി കുറഞ്ഞ TMTയുടെ കച്ചവടം പ്രതിരോധിക്കാൻ എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത്? കൈരളി TMTക്ക് ഓതറൈസ്ഡ് ഡീലേഴ്സ് ഉണ്ട്, ഓതറൈസ്ഡ് ചാനലുണ്ട്. ഈ ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ അടുത്തുനിന്ന് മെറ്റീരിയലുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ TMT അവർക്ക് ലഭ്യമാകുന്നതാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നം കൂടിയാണ്. അപ്പോൾ അവരൊരു വീടോ അല്ലെങ്കിൽ ഒരു കൊമേർഷ്യൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പം ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്നും അതിൻ്റെ ഒരു ക്ലാസ്സുകൾ നിരന്തരമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. എന്താണ് ക്വാളിറ്റിയുള്ള TMT, ഇപ്പം എല്ലാവരും അവെയറാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീൽ ബാർസ്, ക്വാളിറ്റി കൂടിയ സ്റ്റീൽ ബാർസ്, ഇതിൻ്റെ ഒരു റേഷ്യോ എന്ത് വരും, എത്രമാത്രം വരും? ക്വാളിറ്റിയുള്ള കമ്പിയും ക്വാളിറ്റി ഇല്ലാത്ത കമ്പിയും ഒരു റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിലൊരു 30% ലോ ക്വാളിറ്റി മെറ്റീരിയൽ ഒരുപാട് പുഷ് ചെയ്തിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. അത് പല കാരണങ്ങളെ കൊണ്ടാണ്. ചില ആളുകൾക്ക് കൺസ്ട്രക്ഷൻ ഒരു ബഡ്ജറ്റിൽ തീർക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പം ആളുകൾ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളിലേക്ക് പോകും. ഈ ഒരു ലോ ക്വാളിറ്റി മെറ്റീരിയലായിരിക്കും അവരുടെ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുക. മാർക്കറ്റ് ചീപ്പായിട്ട് കിട്ടുന്ന കമ്പികളും കൈരളി TMTയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ സ്ക്രാപ്പ് അധികം ചേർന്നിട്ടില്ല, അയൺ കൂടിയ കമ്പിയാണ്. മറ്റേതൊക്കെ എന്ന് പറയുന്നത് സ്ക്രാപ്പ് കൂടുതൽ ചേർന്നിട്ട് വന്നതായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ മീറ്ററിൽ നമുക്ക് അതിൻ്റെ ISA മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീൽ ബാർ ഒറിജിനൽ തന്നെയാണ്. Now stay tuned for next episode.